കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന PM-ശ്രീ പദ്ധതി ഉപയോഗിക്കാൻ പിണറായി സർക്കാരും തയ്യാറായി കഴിഞ്ഞു. ആദ്യം എതിർത്തു. എന്താണ് PM-ശ്രീ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് റേസിംഗ് ഇന്ത്യ, പ്രൈം മിനിസ്റ്ററുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുതിയ തുടക്കം. അത് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏകീകൃതമായ പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണിത്, നമുക്കറിയാം. പക്ഷേ ഇത് BJP സർക്കാരിൻ്റെ RSSൻ്റെ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്ത കൊച്ചുകുട്ടികൾ പോലും ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് മമതാ ബാനർജി പറഞ്ഞു PM-ശ്രീ പദ്ധതി കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ വിവരം അറിയുമെന്ന് പറഞ്ഞു. സ്റ്റാലിൻ എന്താ പറയുന്നത്? ഈ പദ്ധതിക്ക് വേണ്ടി എത്രായിരം കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ പിണറായി വിജയൻ പറഞ്ഞത്? നമുക്ക് 1500 കോടി രൂപ ഇതുകൊണ്ട് കിട്ടുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങളാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഉള്ളൂ ഈ മുഖ്യമന്ത്രി. 1500 കോടി രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കരിമണൽക്കർത്താവിടെ കൊടുക്കുമല്ലോ, അല്ലേ വ്യവസായ പ്രമുഖനായിട്ടുള്ള MA യൂസഫിൽ കൊടുക്കുമല്ലോ. അപ്പോൾ അതല്ല പ്രശ്നം. എങ്ങനെയെങ്കിലും പിണറായി വിജയനും മക്കൾക്കും ഈ കേസിൽ നിന്ന് തടിയൂരണം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണെന്നുള്ള കാര്യം. ഹിമാചൽ പ്രദേശിലെ മുൻ BJP മുഖ്യമന്ത്രി ഒരു സ്കൂളിൽ ചെന്ന് ചോദിക്കുന്നു, ലോകത്തിലെ ആദ്യത്തെ ഗഗനസഞ്ചാരി ആരാണെന്ന് ചോദിക്കുന്നു. കുട്ടികൾ പറഞ്ഞു നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു ശരിയല്ല, അത് ഹനുമാനാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. വേറൊരു സംസ്ഥാനത്തൊരു BJP നേതാവ് പറയുന്നു റൈറ്റ് സഹോദരന്മാരല്ല ലോകത്ത് ആദ്യമായിട്ട് വിമാനം ഉണ്ടാക്കിയത്, പുഷ്പക വിമാനം ഇവിടെ പണ്ടേ ഉണ്ടായിക്കഴിഞ്ഞു, നിങ്ങൾ രാമായണം വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സമ്പ്രദായം. അപ്പോൾ അവരുടെ അജണ്ട അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഇതിൽ ഇങ്ങനെ ഒപ്പിയർത്താൻ പോകുകയാണ്. CP എതിർത്ത് നിൽക്കുകയാണ്. CPക്ക് എത്രത്തോളം ബലമുണ്ടെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ കണ്ണുരുട്ടി കാണിച്ചാൽ താഴെ വീഴുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് CP, നമുക്കറിയാം. മറിച്ച് അവർ ഇതിനെ നേരിടാൻ തയ്യാറായാൽ കേരളം മുഴുവൻ CPയോടൊപ്പം ഉണ്ടാകും. എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ടും ഈ പദ്ധതിയെ അമർ ചെയ്യാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.